പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മെയ് 13 മുതൽ ഉള്ള ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മെയ് 13 എൻ്റെ അമ്മ എന്നെ വിട്ടു പിരിഞ്ഞു. അതിനുശേഷം ഇന്ന് ആദ്യമായിട്ട് ഞാൻ വീഡിയോയുമായി രംഗത്ത് വരികയാണ്. സുഹൃത്തുക്കളെ, ഞാനിന്ന് എൻ്റെ അമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അവരുടെ അമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതും ഏറ്റവും അമൂല്യവുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എൻ്റെ അമ്മയെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ 2017 തന്നെ ഇല്ലായ്മ ചെയ്യപ്പെടുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്ക് അന്ന് 79 വയസ്സായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവർക്കും അറിയാമല്ലോ, 2017 എന്നെ അന്ന് കേരളം ഭരിച്ചിരുന്ന ക്രൂരനായിട്ടുള്ള ഏകാധിപതിയായിട്ടുള്ള പിണറായി വിജയൻ എന്നെ 8 ദിവസം ജയിലിലിട്ടു. എനിക്ക് ആദ്യം ജാമ്യം നിഷേധിക്കപ്പെട്ടു. പിന്നീട് 79 വയസ്സുള്ള എൻ്റെ അമ്മ എൽ തങ്കമ്മ നിരാഹാര സമരം ആരംഭിച്ചു. ആ നിരാഹാര സമരം ആരംഭിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അന്ന് ജയിലിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് എൻ്റെ അമ്മ നിരാഹാര സമരം തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഞാൻ ജയിലിൽ തുടരുമായിരുന്നു. അങ്ങനെ ജയിലിൽ തുടരുന്ന അവസരത്തിൽ ജയിൽ പുള്ളികളുടെ മർദ്ദനമേറ്റ് ഞാൻ ഈ ലോകത്തുനിന്ന് അപ്രത്യക്ഷനായിരുന്നെങ്കിൽ പോലും അത്ഭുതമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്നോട് അത്രയ്ക്ക് പകയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അന്ന് ഈ കേരളം ഭരിച്ചിരുന്നത്. അന്ന് എൻ്റെ അമ്മ നിരാഹാരം സമരം അനുഷ്ഠിച്ചതുകൊണ്ടാണ് ഞാൻ ജീവനോടെ ജയിലിൽ പുറത്തു വന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള എൻ്റെ അമ്മ 87 വയസ്സിൽ കഴിഞ്ഞ മെയ് 13 അന്തരിച്ചു. എൻ്റെ അമ്മ എത്രത്തോളം എനിക്ക് വലുതായിരുന്നുവെന്ന് എൻ്റെ അമ്മ എന്നെ വിട്ടു പിരിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. എന്തോ ഈ ഊർജം മുഴുവൻ അങ്ങ് ചോർന്നു പോയതുപോലെ എനിക്ക് തോന്നി. VS മരിച്ചപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയൊരു ഫീല്. എൻ്റെ 1-2 സുഹൃത്തുക്കൾ പറഞ്ഞു, ഷാജാൻ 120 കിലോമീറ്ററിലായിരുന്നു ഓടിയിരുന്നത്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 20 കിലോമീറ്ററിലേക്ക് താന്നു എന്ന് പറഞ്ഞു. യാഥാർത്ഥ്യമായിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മയുടെ മുന്നിൽ ഞാൻ വെറും ഒരു മൂട്ടയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അശുവായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനെന്തോ വലിയവനാണെന്ന് ഞാൻ വാദിക്കുകയും ഭാവിക്കുകയുമല്ല. പക്ഷേ എൻ്റെ അമ്മ ഒരു വലിയ പ്രതിഭാസമായിരുന്നു. എൻ്റെ അമ്മയുടെ മുന്നിൽ ഞാൻ ആരുമായിരുന്നില്ല. എൻ്റെ അമ്മ നടത്തിയിട്ടുള്ള പോരാട്ടം, എൻ്റെ അമ്മ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ദുരിതം, അതൊന്നും എനിക്ക് പൂർണ്ണമായി എൻ്റെ പ്രേക്ഷകരടുത്ത് പറയാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ അമ്മ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ യൂട്യൂബിലുള്ളതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. അമ്മ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ശാസ്ത്രജ്ഞയായിരുന്നു. അവിടുന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം അമ്മ വികസിപ്പിച്ച ഒരു പുതിയ റബ്ബർ ടാപ്പിംഗ് രീതി ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് 21 വർഷക്കാലം നിരന്തരമായി പോരാടിയ ഒരു വലിയ പോരാളിയായിരുന്നു എൻ്റെ അമ്മ. അതാണ് പോരാട്ടം. അല്ലാതെ KM ഷാജാൻ നടത്തിയതൊന്നും അല്ല പോരാട്ടം. അതിൽ ആരും സംശയം എനിക്കില്ല. 21 വർഷം, അതായത് ഉൽപ്പാദനം കൂടുക, പട്ടമരപ്പ് എന്ന് പറഞ്ഞ രോഗമില്ലാതാവുക, അതുവഴി കർഷകർക്ക് വരുമാനം വർദ്ധിക്കുന്ന ഒരു പുതിയ ടാപ്പിംഗ് രീതി. എൻ്റെ അമ്മ റബ്ബർ ബോർഡിലിരുന്നപ്പോൾ വികസിപ്പിച്ചെടുത്ത ആ പുതിയ ടാപ്പിംഗ് സാങ്കേതിക വിദ്യ, അത് പല പരീക്ഷണങ്ങളിലൂടെ ഫലപ്രദമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് അത് കർഷകരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഇടതടവില്ലാത്ത സമരത്തിലായിരുന്നു എൻ്റെ അമ്മ. മുട്ടാത്ത വാതിലുകളില്ല.
എന്നോട് സംസാരിക്കുമ്പോഴെല്ലാം അതിനെക്കുറിച്ചിട്ടാണ് അമ്മ പറയാറ്. എന്നെക്കൊണ്ട് പറ്റാവുന്ന നിലയിൽ ഞാനത് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ നിക്ഷിപ്ത താല്പര്യങ്ങളും അമ്മയ്ക്കെതിരായിരുന്നു. എങ്കിൽ പോലും അമ്മ മരിക്കുന്നതിന് മുമ്പ് ഇത് കർഷകരിൽ എത്തിച്ചേരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു എൻ്റെ അമ്മ ജീവിച്ചിരുന്നത്. എൻ്റെ സഹോദരിയുടെ മകളോട് എൻ്റെ അമ്മ ഒരിക്കൽ പറഞ്ഞതായി ഞാൻ പിന്നീട് അറിഞ്ഞത്, മകളെ, ഞാൻ മരിച്ചു കിടക്കുമ്പോഴും റബ്ബർ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് വരും എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ പോരാട്ടം അമ്മയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിനുവേണ്ടി 21 വർഷക്കാലം അമ്മ റബ്ബറിന് വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് പ്രേക്ഷകർക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. 21 വർഷക്കാലം അതിനുവേണ്ടിയുള്ള ഇടതടവില്ലാത്ത പോരാട്ടത്തിലായിരുന്നു എൻ്റെ അമ്മ. പിന്മാറി നിൽക്കണം മോനെ, കുഴപ്പത്തിൽ നിന്ന് പറയുമെങ്കിലും എനിക്കങ്ങനെ പറയാനുള്ള അവകാശം ശരിക്കില്ല. എന്താ വെച്ചാൽ എൻ്റെ രംഗത്ത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടി ആ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒരുപാട് ആൾക്കാരെയും വിരോധിപ്പിക്കുന്ന വിധത്തിൽ അവർക്ക് വിരോധം ഞാൻ ചെയ്യുന്ന വഴി ശരിയാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും അവരുടെ എല്ലാം വിരോധം സമ്പാദിച്ചുകൊണ്ട് പോലും മുന്നോട്ട് മാത്രം പോകുന്ന ഞാൻ, അതുപോലെ അവൻ്റെ ഫീൽഡ് വരെയാണല്ലോ അതിൽ ഉറച്ചു നിൽക്കുന്നവനോട് പറയാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അതെനിക്ക് ഇല്ല, അവകാശമില്ല. അതുകൊണ്ട് മടിയുണ്ടെങ്കിലും മകൻ എന്നുള്ള നിലയ്ക്ക് അവൻ കുഴപ്പത്തിൽ ചാടാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ വേണോ മോനെ, നിർത്തി നീ ഇപ്പോൾ LLB പഠിക്കില്ലേ, നീ അതിൻ്റെ കാര്യത്തിൽ മുമ്പോട്ട് പോകുന്നത് എന്തിനാ ഇതൊക്കെ എന്നൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്. പക്ഷേ പറയുമ്പോൾ എനിക്ക് തന്നെ അതിനത്ര വിശ്വാസം പോരാ, അത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുമില്ല. പറയാൻ സത്യത്തിൽ എനിക്ക് അവകാശമില്ല. അങ്ങനത്തെ പ്രവർത്തനങ്ങളായി 79-ാം വയസ്സിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നന്മയ്ക്ക് വേണ്ടിയാണ്. മനസ്സിലായി, എൻ്റെ രംഗത്ത് ഞാൻ വളരെ വിലപ്പെട്ട ഒരു കണ്ടുപിടുത്തം നടത്തി വെച്ച് അത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി 21 കൊല്ലമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് കെടുതികൾ നാട്ടിലുള്ളവർ മുഴുവനും നമ്മളൊക്കെ തന്നെ നമ്മൾ അറിയാതെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ കുറേശ്ശായിട്ട് നമ്മുടെ ഒക്കെ ദേഹത്ത് വന്ന് നമ്മളെ എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിന് എഴുതിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് ഇത് മറന്നത്. മനസ്സിലായോ? അത്യാവശ്യമായിട്ട് അതിനുപയോഗിക്കുന്ന രാസവസ്തു നിരോധിക്കണം. അത് ചെയ്തില്ലെങ്കിൽ കുടിവെള്ളത്തിൽ വരെ അതുകൊണ്ട് അത് കുറേശ്ശെ ഇതാക്കി നമ്മളെല്ലാം ക്യാൻസർ രോഗികളാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള എഴുതിക്കൊണ്ടിരുന്നതുകൊണ്ടാണ് മോൻ വരുന്നതിൽ ഇച്ചിരി ലേറ്റായിപ്പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ രംഗത്ത് ഞാൻ എല്ലാ ഭീഷണികളും അവഗണിച്ച് പുല്ലുവലയാക്കി അത് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന എനിക്ക് അവൻ്റെ രംഗമായ അവിടെ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറയാനുള്ള ധാർമ്മിക അവകാശമില്ല. ഉണ്ടെങ്കിലും മകനായതുകൊണ്ട് അപകട സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടെ പറയാറുണ്ട് കേട്ടോ. അതാണ്. പക്ഷേ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് അടിയുറച്ച കാര്യത്തിൽ പറയാനുള്ളൊരു ധൈര്യവും പോരാ. എന്നുവെച്ചാൽ എൻ്റെ ക്യാരക്ടർ ഏതാണ്ട് അതുപോലെ തന്നെ ഫീൽഡ് അറിയാണെങ്കിലും ഇൻഹെറിറ്റ് ചെയ്തവനവൻ. മകൾക്ക് അവിടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ നോക്കും, ഡ്യൂട്ടി വേണ്ടവർ ചെയ്യും, അത് ചെയ്യുന്നല്ലാതെ അവർക്ക് ഈ രാഷ്ട്രീയമോ ഇങ്ങനെയുള്ള കമ്പങ്ങളോ അതിനുള്ള ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമില്ല, അവർ ജീവിക്കാൻ സാധ്യതയില്ല. മനസ്സിലായോ? പക്ഷേ ഓരോരുത്തർ ജന്മനാ കിട്ടുന്ന വാസനകളാണല്ലോ അത്. അവന് എൻ്റെ മകന് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ സ്വഭാവം കൊണ്ടാണ് അവൻ ആ ഫീൽഡിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ അവനോട് ഇതിൽ ഉറച്ചു നിൽക്കരുതെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. എങ്കിൽ പോലും ഞാൻ പലപ്പോഴും പറഞ്ഞു പോകാറുണ്ട്. എന്ന് വെച്ചാൽ ഈ ഭീഷണികളുള്ളവർ എല്ലാ പ്രായത്തിലും ഉണ്ട് അവന് ഇങ്ങനത്തെ കാര്യങ്ങളിലുള്ളതുകൊണ്ട്, രാഷ്ട്രീയമായിട്ടുള്ളതുകൊണ്ട് ഒരുപാട് ശത്രുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതാണ് സംഭവം. ഒരുപാട് കാര്യങ്ങളിൽ ആ സ്വഭാവം പാരമ്പര്യമായിട്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മ വഴി അച്ഛൻ വഴിയും കിട്ടിയിട്ടുണ്ട്. അമ്മാവൻ ഞാൻ പറഞ്ഞല്ലോ CPIയുടെ വലിയ നേതാവായിരുന്നു പുള്ളി, അത് C സദാശിവൻ എന്ന് പറഞ്ഞിട്ട്. അച്ഛൻ V മാധവൻ ഞാൻ എൻ്റെ മുറിയിൽ വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് അവിടെ നിന്ന് കിട്ടിയ ബഹുമതി പത്രം, സ്വാതന്ത്ര്യം കിട്ടിയ 50 കൊല്ലമായപ്പോൾ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊടുത്ത ബഹുമതി പത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛനുണ്ടായിരുന്നു, അമ്മാവൻ. അപ്പോൾ എനിക്ക് 2 വഴിയും കൂടെ കിട്ടിയപ്പോൾ എനിക്ക് കമ്പൽസറി ആയിട്ട് എനിക്ക് കാണും. മനസ്സിലായി? അപ്പോൾ എൻ്റെ ആ പാരമ്പര്യം ശരിക്കും ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ ഹസ്ബൻഡ്, അവൻ്റെ ഷാജാൻ്റെ ഫാദർ, പുള്ളി സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് ജയിലിലൊന്നും കിടന്നിട്ടില്ലെങ്കിലും പുള്ളി ത്രൂ ഔട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു. അങ്ങനെ പാർട്ടി പ്രവർത്തനത്തിൽ അച്ഛനുമായിട്ടൊക്കെ സഹകരിച്ച് അങ്ങനെയുള്ള പരിചയത്തിലാണ് ഞങ്ങൾ തമ്മിൽ പരിചയമായതും സ്നേഹമായതും കല്യാണം കഴിച്ചതൊക്കെ തന്നെ. അപ്പോൾ KM ഷാജാനെ എടുക്കുമ്പോൾ അവൻ അച്ഛൻ്റെ നിന്നും അമ്മയുടെ നിന്നും ഇത് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അവൻ ആ പാരമ്പര്യം ഇല്ലാതിരിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് അവനിങ്ങനെ ഇതിൽ ഉറച്ചു നിൽക്കുന്നതും ആ കാര്യത്തിനുണ്ട് എന്നുള്ളത് എനിക്ക് ശരിക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് കുറ്റബോധം കൂടും. എൻ്റെ ഒരു ഹാബിറ്റ് ഇൻസെർട്ട് ചെയ്തതുകൊണ്ട് അവന് കുഴപ്പങ്ങൾ വരുമ്പോൾ അത് ഞാൻ കാരണം കൂടെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് കുറ്റബോധം കൂടും. അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവന് കുഴപ്പം വന്നാൽ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കേണ്ട എന്നുള്ള തോന്നൽ വരാനുള്ള കാരണം പ്രധാനമായിട്ട് അതാണ്. മോക്ക് ഭാഗ്യം കൊണ്ട് ഈ അങ്ങനത്തെ രാഷ്ട്രീയത്തിലുള്ള സംഭവം അവൾ അവിടെ ജോലി, ഡോക്ടറുടെ ജോലി പെർഫെക്റ്റായിട്ട് ഇവിടെ വന്നാൽ രാത്രി 10-11 മണി വരെ ഇരുന്ന് ജോലിയാണ് മുഴുവൻ സമയം. ക്യാൻസർ പേഷ്യൻസിൻ്റെ ക്യാൻസർ കണ്ടുപിടിക്കലാണ് ജോലി. മനസ്സിലായോ? അപ്പോൾ അവൾ ആ ജോലി ചെയ്യും. അത് ചെയ്യെങ്കിലും അവൾക്ക് ഇങ്ങനത്തെ മറ്റു കാര്യങ്ങളിലുള്ള ഇതില്ല. അതുകൊണ്ട് സത്യത്തിൽ അവർ സമാനമായിട്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയണമല്ലോ. അങ്ങനെയാണ്. അപ്പോൾ അവന് എൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. അത് പാരമ്പര്യമായിട്ട് കിട്ടിയ വാസന തന്നെയാണ് ആ കാര്യത്തിൽ. ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ കുറ്റബോധം വരാൻ കാരണം. എനിക്കവിടെ അവകാശപ്പെടാൻ ഒരു കാര്യമില്ല. നീ അത് നിർത്തുമോനെ എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാനത് നിർത്തുന്നില്ലല്ലോ. ഇപ്പോഴും ഈ 79-ാം വയസ്സിലും ഒറ്റയാൾ പോരാട്ടമാണ്. എന്നെ സഹായിക്കാൻ ആരുമില്ല. രംഗത്ത് ഉള്ളവരെല്ലാം അവർക്കെല്ലാം മൾട്ടിനാഷണൽ കമ്പനികളുടെ താല്പര്യവും അവരൊക്കെയാണുള്ളത്. മനസ്സിലായോ? അപ്പോൾ അവർക്കെതിരെ ഇല്ലാത്ത ഫൈറ്റാണ് അത് ഇപ്പോഴും. പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും വിജയത്തിലെത്തും എന്നുള്ള വിശ്വാസത്തിൽ. അപ്പോൾ എനിക്കങ്ങനെ അവനോട് പറയാനുള്ള അവകാശം
കൊണ്ടുവരും. അവിടെയാണ് കുഴപ്പം. ഞാനിപ്പോൾ അവർ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും ടൂറായിരിക്കും തന്നെയായിരിക്കും. ദിവസം ഒരു കുറഞ്ഞ ഒരു 3 തവണയെങ്കിലും അവനെ വിളിച്ചിരിക്കും ഫോണിൽ. അങ്ങനെയാണ് താമസിക്കുന്ന 2 വീട്ടിലാണെന്നേ ഉള്ളൂ. ചിലപ്പോൾ അവൻ വഴക്കുപോലെ പറയാം, എൻ്റെ അമ്മയെ എന്തിനാണ് ഇതിന് മാത്രം വിളിക്കുന്നതെന്ന് അവൻ ചോദിക്കാറുണ്ട്. അങ്ങനെ മുഴുവൻ സമയം കണക്ഷനിലായിട്ട് ഇരിക്കുകയാണ്. പിന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളെ പറ്റിയും നമ്മൾ മുഴുവൻ സമയം അന്വേഷിക്കാറുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ടേസ്റ്റും ടാലൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് അവന് കൂടുതൽ അപകട സാധ്യത ഉണ്ടെന്നും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മിനിസ്ട്രി ആയിട്ടുള്ള ഒരു കുറവുണ്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ സമയം നമ്മൾ അതിനെപ്പറ്റി അലർട്ടായിരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു വാർത്ത വന്നത്. പക്ഷേ അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മറ്റു കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഒരേ സ്ഥലത്തായതുകൊണ്ടൊക്കെയാണ് കൂടുതൽ ഇതായിട്ട് ഉള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമല്ലോ. പറഞ്ഞപ്പോൾ സത്യത്തിൽ വല്ലാതെ അപ്സെറ്റായിപ്പോയി. ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഞാൻ ജീവിച്ചിരിക്കുന്നത് ഒരേ ഒരു കാരണക്കാരി എൻ്റെ അമ്മ ആണ് എന്ന്. എൻ്റെ കുടുംബത്തിനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കൊന്നും അന്ന് ഞാൻ ജയിലിലായിരുന്നപ്പോൾ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ഞാൻ ഒട്ടും കുറച്ച് കാണിക്കുന്നില്ല. കാരണം അമ്മയുടെ നിരാഹാര സമരമൊക്കെ തന്നെ എൻ്റെ ഭാര്യ, എൻ്റെ മക്കളവരൊക്കെ ആയിട്ടൊക്കെ ആലോചിച്ചിട്ടൊക്കെയാണ് അമ്മ അന്ന് ചെയ്തത്. പക്ഷേ അമ്മ അന്ന് നടത്തിയൊരു നിരാഹാര സമരമുണ്ട്, ഞാനിപ്പോഴും ഓർക്കുകയാണ്. എന്നെ അന്ന് എനിക്ക് ജാമ്യം കിട്ടി ഞാൻ പുറത്തു വരുമ്പോൾ എൻ്റെ കൂടെ SUCIയുടെ നേതാക്കന്മാരാണല്ലോ ഉണ്ടായിരുന്നത്. ആ നേതാക്കന്മാരെയൊക്കെ ഇടയ്ക്ക് കൂട്ടത്തിൽ എനിക്ക് പുറത്തൊരു സ്വീകരണമൊക്കെ ഒരുക്കിയിരുന്നു. അവരുടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേർ ഉൾപ്പെടെ അവരുടെ കൂട്ടത്തിൽ. അപ്പോൾ പുറത്ത് വന്ന് ഒരു സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി ഒരു പ്രസംഗമൊക്കെ നടത്തണം എന്നും പറഞ്ഞിട്ട് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പുറത്ത് വന്ന് അപ്പം ഈ യോഗം ഈ ഞങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള യോഗം തുടങ്ങാൻ നേരം എൻ്റെ മൂത്ത മകൻ വന്നിട്ട് എൻ്റെ ഷട്ടിൽ പിടിച്ചിങ്ങനെ വലിച്ചിട്ട് വന്നു വെച്ചാൽ അത്യാവശ്യം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താണ് ഇത്, ഞാൻ 8 ദിവസം ജയിലിൽ കിടന്നല്ലേ, പുറത്തു വന്നതല്ലേ, ആ യോഗം ഒന്ന് കഴിഞ്ഞിട്ട് പോയാൽ പോലെ പറഞ്ഞാൽ പറ്റില്ല അച്ഛാ, അമ്മുമ്മ നിരാഹാരം കിടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വലിച്ച് എൻ്റെ മകൻ കറക്കെട്ടി. എനിക്കപ്പം ഒരു അല്പം ക്ഷോഭമൊക്കെ ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ 79 വയസ്സായിട്ടുള്ള എൻ്റെ അമ്മ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഇങ്ങനെ ശ്വാസം വലിക്കുക എൻ്റെ അമ്മ. കാരണം നിരാഹാരം കിടക്കുന്നവർക്ക് വെള്ളം കുടിക്കാമല്ലോ. പക്ഷേ എൻ്റെ അമ്മ 2 ദിവസമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല. ഞാൻ വന്നിട്ട് മാത്രമേ വെള്ളം കുടിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ ശ്വാസം വലിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ അവിടെ ചെന്ന് എൻ്റെ അമ്മയ്ക്ക് ഞാൻ അല്പം നാരങ്ങാവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ നാരങ്ങാവെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മ നിരാഹാരം അവസാനിപ്പിച്ചത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അമ്മയില്ലായിരുന്നെങ്കിൽ ഞാനില്ല. അപ്പം അതായിരുന്നു എൻ്റെ അമ്മ. പിന്നെ മകനെന്നുള്ള നിലയിൽ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ആശങ്കകൾ ഉയർത്തുന്ന സംഭവങ്ങൾ സമ്മാനിച്ച ഒരു ഹതഭാഗ്യനായിട്ടുള്ള മകനാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, പ്രത്യേകിച്ചും ഈ ക്രൂരനായിട്ടുള്ള ഈ ഏകാധിപതിയായിരുന്ന പിണറായി വിജയൻ്റെ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കില്ല എന്നെൻ്റെ അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ അമ്മ 2-3 തവണയൊക്കെ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് എൻ്റെ അമ്മ എന്നോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, മോനെ നീ എവിടെയാ എന്ന് ചോദിക്കും എന്നോട്. ഞാൻ വീട്ടിലുണ്ടെന്ന് പറയും. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഫോൺ വെക്കും. ചിലപ്പോൾ രാത്രി 10:30 മണിക്കൊക്കെ വിളിക്കും. ഞാൻ ചോദിക്കും, അമ്മ ഇതെന്താണ് അമ്മ ഈ കാണിക്കുന്നത് എന്ന് ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കും. അപ്പോൾ എൻ്റെ അമ്മ വളരെ അക്ഷോഭിയായി എന്നോട് ചോദിക്കും, നീ എവിടെയുണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രാത്രി 10:30 ഞാൻ വീട്ടിലല്ലേ ഉണ്ടാവുക, വേറെ എവിടെയാണ് ഞാൻ ഉണ്ടാവുക അമ്മ എന്ന് ഞാൻ ചോദിക്കും. എന്നാൽ ശരി എന്ന് പറഞ്ഞ് അമ്മ ഫോണങ്ങ് വെക്കും. അപ്പോൾ ഞാൻ അമ്മയെ ആർത്ഥത്തിൽ ഒരുപാട് സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അമ്മ എന്നോട് പലപ്പോഴും പറയും, ഈ നശിച്ച രാഷ്ട്രീയം നീ ഒന്ന് നിർത്ത് എന്ന് പറയും. പക്ഷേ അതേസമയം തന്നെ എൻ്റെ അമ്മയ്ക്കറിയാം എനിക്കത് നിർത്താൻ കഴിയില്ലെന്ന്. കാരണം എൻ്റെ അമ്മ നടത്തുന്ന പോരാട്ടം, ആ പോരാട്ട വീര്യം ആണ് ഞാൻ ആവാഹിച്ചത്. എൻ്റെ അച്ഛൻ ചങ്ങനാശ്ശേരി ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അച്ഛൻ്റെ ഒരു പോരാട്ടമുണ്ട്, അതെല്ലാം ആവാഹിച്ചെടുത്തവനാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് എനിക്കത് നിർത്താൻ കഴിയില്ല എന്ന് അമ്മയ്ക്കറിയായിരുന്നു. പക്ഷെ എന്നാലും ഈ പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ ഞാൻ ജയിലിലാകുമോ എന്നുള്ള ഭയം അമ്മയെ നിരന്തരം ബാധിച്ചിരുന്നു എന്നെനിക്കറിയാം. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എല്ലാവർക്കും അമ്മ വലുതാണ്. പക്ഷേ എനിക്കറിയില്ല, എല്ലാ ദിവസവും എനിക്ക് അമ്മയുടെ മെസ്സേജ് വരും. മോനെ തലയിലൊരു ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് വരും. ഞാൻ പലപ്പോഴും ശോഭിച്ച് സംസാരിച്ചിട്ടുണ്ട് അമ്മയെടുത്ത്. എനിക്കതിൽ പിന്നീട് കുറ്റബോധം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എന്നോട് ക്ഷോഭിച്ച് എൻ്റെ അമ്മ സംസാരിച്ചിട്ടില്ല. എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് വരും. 2-3 മെസ്സേജുകൾ എല്ലാ ദിവസവും വരും. ഇതൊന്നും വേറെ അമ്മമാരും ചെയ്യാത്തതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു വലിയ പോരാളിയായിരുന്നു എൻ്റെ അമ്മ.
അമ്മ ഇപ്പോൾ ഒരു വർഷക്കാലമായിട്ട് പിന്നെ ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ ഒരു ഫുൾ ടൈം ജോലിക്കാരിയായിട്ട് ജീവിക്കുകയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ സ്പെല്ലത്തോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ അക്ഷരങ്ങൾ ജമ്പിൾ ചെയ്ത് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിക്കലായിരുന്നു എൻ്റെ അമ്മയുടെ ജോലി. 12 എണ്ണമൊക്കെ ചെയ്താൽ എക്സംപ്ലറി ആയിരുന്നു. പക്ഷേ അമ്മ 18ഉം 19ഉം ഒക്കെ ചെയ്യും. ഒരു 2-3 വർഷമായിട്ട് നിരന്തരമായി അമ്മ ഇത് ചെയ്യുമായി. എന്നിട്ട് അത് ഫേസ്ബുക്കിലൊക്കെ അമ്മ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അമ്മയുടെ മുന്നിൽ ഞാൻ ആരുമല്ല, ഞാൻ ഒന്നുമല്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെയുള്ള എൻ്റെ അമ്മ കഴിഞ്ഞ 13-ാം തീയതി പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത എന്താണ് എന്നെനിക്കത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എന്തോ ഒരു ആത്മധൈര്യം ചോർന്നു പോയതുപോലെ. ഞാൻ 2-3 ദിവസമായി വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ എനിക്കെന്തോ വീഡിയോ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. എന്തോ എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ. അതെൻ്റെ അമ്മയാണ് എന്നാണ്, എൻ്റെ അമ്മ എന്നെ വിട്ടുപിരിഞ്ഞതാണ് എന്ന് ഞാൻ അവസാനം മനസ്സിലാക്കി. ഞാനൊരു 4 ദിവസമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്, എനിക്ക് കഴിയുന്നില്ല. പിന്നെ വീഡിയോ ചെയ്യാതിരിക്കുന്നതെന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ടൊരു പിന്നെ ഈ പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഈ ക്യാമറയുടെ മുന്നിൽ ഞാനിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇനി എനിക്ക് മുന്നോട്ട് പോകണമല്ലോ, എനിക്ക് മുന്നോട്ട് ജീവിക്കണമല്ലോ, എനിക്ക് മുന്നോട്ട് പോരാടണമല്ലോ. ഇനി പോരാട്ടം എൻ്റെ അമ്മയുടെ അഭാവത്തിലായിരിക്കും എന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ദൗർബല്യമായിരിക്കും. പക്ഷേ എനിക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ, എനിക്ക് പോരാടണ്ടേ. അമ്മ മരിച്ചെങ്കിലും, ഞാൻ VS-നെ കുറിച്ച് പറഞ്ഞ പോലെ, അമ്മ മരിച്ചെങ്കിലും അമ്മ എനിക്ക് ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് പകർന്നു തന്ന ആ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇനിയും മുന്നോട്ട് പോകും. അങ്ങനെ പോകാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. എൻ്റെ അമ്മ പിന്നെ അമ്മയുടെ കുടുംബ പശ്ചാത്തലം, അമ്മയുടെ സമര പോരാട്ടങ്ങൾ, ഞാൻ ജയിലിലായപ്പോൾ അമ്മ അനുഭവിച്ച മനോവ്യഥ, അതിനെക്കുറിച്ചൊക്കെ അമ്മ തന്നെ സംസാരിക്കുന്നത് എൻ്റെ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനി നമുക്ക് ഒന്ന് കേൾക്കാം. സുഹൃത്തുക്കളെ, അത് കേട്ടല്ലോ. ഞാൻ അതിൻ്റെ വിശകലനത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇനി ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ നടത്തിയ ഒരു പരാമർശമുണ്ട്. 2017 എന്നെ ജയിലിലാക്കിയ സമയത്ത്, അന്ന് ഏഷ്യാനെറ്റല്ല, മാതൃഭൂമിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. വേണു ബാലകൃഷ്ണൻ അമ്മയെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ഞാൻ ജയിലിലായിരുന്ന സമയത്താണെന്നോ അതോ ജയിലിലായിരുന്ന സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അമ്മ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ചർച്ചയിൽ അമ്മ പല ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. അവസാനത്തെ വേണു ബാലകൃഷ്ണൻ്റെ ചോദ്യം, പിണറായി വിജയനെ കുറിച്ചിട്ട് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്, അമ്മ പിണറായി വിജയനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് എൻ്റെ അമ്മയോട് 2017 എന്നുവെച്ചാൽ 9 വർഷങ്ങൾക്ക് മുമ്പ്, 8 വർഷങ്ങൾക്ക് മുമ്പ് ആ ചാനൽ ചർച്ചയിൽ ഉണ്ണി ബാലകൃഷ്ണൻ ചോദിച്ചു. അതിന് എൻ്റെ അമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്. വിജയനെക്കുറിച്ച് എൻ്റെ അമ്മ എൽത്തങ്കമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടിയും കൂടി എൻ്റെ പ്രേക്ഷകരെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. 79 വയസ്സുകാരിയായ തങ്കമ്മയ്ക്ക് യാതൊരു മടിയുമില്ല എന്നുള്ള വിവരം എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വ്യക്തമാക്കുകയാണ്. ഒരു കാര്യം കൂടി ഈ ചർച്ചയിൽ നിന്ന് പോകുന്നതിന് മുമ്പ്, എനിക്കറിയാം അങ്ങയുടെ അനാരോഗ്യം, ഒരു കാര്യം കൂടി, സ്വന്തം വീട് ഒരു സമരകേന്ദ്രമാക്കിയ, സ്വയം ഒരു സമരരൂപം ആക്കി താങ്കളെ മാറ്റിയ പിണറായി വിജയന് മനസ്സിൽ എന്താണ് സ്ഥാനം താങ്കളുടെ? എന്താണ് താങ്കളെ സംബന്ധിച്ച് പിണറായി വിജയൻ? ലോകം കണ്ടിട്ടുള്ളതിൽ എൻ്റെ പരിചയത്തിൽ, എൻ്റെ അറിവിലുള്ള ഏറ്റവും ക്രൂരനും ദയാവിഹീനനുമായ ഡിക്റ്റേറ്ററാണ് പിണറായി വിജയൻ ഈ തങ്കമ്മയുടെ അഭിപ്രായത്തിൽ. അതിലൊരു സംശയവുമില്ല. ഞാൻ 79 വയസ്സുകാരിയാണ്. എല്ലാ ഗവൺമെൻറ്റുകളുടെയും കീഴിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. EMS മുതൽ ഇങ്ങോട്ടുള്ള സകല മുഖ്യമന്ത്രിമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരിൽ പലരെയും പരിചയമുണ്ട്. എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും ആ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും പലരെയും വ്യക്തിപരമായിട്ടും പലരെയും എനിക്ക് പരിചയമുണ്ട്. അങ്ങനെ ഉള്ള അനുഭവമുള്ള ആൾക്ക് തീർത്ത് പറയാൻ കഴിയും, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മുഖ്യമന്ത്രിമാരിൽ വെച്ചും ഏറ്റവും നിർദ്ദയനും ക്രൂരനും ആയിട്ടുള്ള മുഖ്യമന്ത്രിയാണ് ഈ പിണറായി വിജയൻ എന്നുള്ള കാര്യം എനിക്ക് തീർച്ചയാണ്. അതേ കാര്യത്തിൽ ഒരു സംശയവുമില്ല. 1938 ജനിച്ച എനിക്ക് ഈ ദീർഘകാലത്തെ അനുഭവത്തിൽ നിന്ന് ഒന്നുകൂടെ തറപ്പിച്ച് പറയാൻ കഴിയും, ഞാൻ കണ്ടതിൽ ഏറ്റവും ഭീകരനായ മുഖ്യമന്ത്രിയാണ്, ഡിക്റ്റേറ്ററായ മുഖ്യമന്ത്രിയാണ്. വൈരനിര്യാതനം ഇത്രയും കൂടുതലായിട്ടുണ്ട്. ഏത് വിധത്തിലും ശത്രുവിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതാണ് എനിക്ക് പറയാൻ